രാഷ്ട്രീയ പ്രതിഷേധങ്ങളിൽ ജലപീരങ്കി പ്രയോഗം സാധാരണ സംഭവമാണ്. എന്നാൽ ഒരു ജലപീരങ്കി പ്രയോഗം നിയമസഭയിൽ ചർച്ചയാകുന്നത് അസാധാരണ വിഷയമാണ്. AISF നടത്തിയ നിയമസഭാ മാർച്ചിന് നേരെ ജലപീരങ്കി ഉപയോഗിച്ച വെള്ളവുമായി പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ എത്തിയതോടെയാണ് സഭ അസാധാരണ ചർച്ചയ്ക്ക് വേദിയായത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ AISFും AYFും നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നാൽ പ്രതിഷേധം അവിടെ അവസാനിച്ചില്ല. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം നിയമസഭാ മാർച്ച് പോലീസ് നേരിട്ടത് അവർ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷേ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്, ഈ വെള്ളമാണ് ഈ ചീറ്റിയത്. ഇത് തീർത്തും കലക്കവെള്ളമാണ്, ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അത്തരത്തിലുള്ളൊരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാമല്ലോ. സംഭവം ഗൗരവമുള്ളതാണെന്നും ലാബിൽ പരിശോധിക്കുമെന്നും ആഭ്യന്തരമന്ത്രിയുടെ മറുപടി. വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണ് പോലീസ് ആ ടാങ്കറിൽ നിറയ്ക്കുന്നത്. അത് ആ വെള്ളം ചീറ്റിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങ് ഈ പറഞ്ഞതുപോലൊരു സംഭവം ഉണ്ടാകും. ഒന്നിൽ പഴയ കാലത്ത് ഈ ടാങ്കറിൽ ഉണ്ടായിരുന്ന അഴുക്കാണോ എന്നറിയില്ല. ഏതായാലും ഈ വെള്ളം കണ്ടാമിനേറ്റഡ് ആണെന്ന് അങ്ങ് പറഞ്ഞതിന് ശരിയാണ്. അപ്പം ഞാനത് പരിശോധിക്കാൻ വേണ്ടി കമ്മീഷണർ ഓഫ് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വെള്ളം ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. പോലീസ് നടപടി നേരിട്ട് അനുഭവിച്ച K. രാജന്റേത് വൈകാരിക പ്രകടനമായിരുന്നു. ഈ സഭ നടക്കുമ്പോൾ ഒരു സാമാജികന് നേരെ അങ്ങനെയൊന്നും ഉണ്ടായാൽ എൻ്റെ അഭിപ്രായം ഒന്ന് കേൾക്കാൻ അങ്ങ് അവസരം തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അത്രേ ഉള്ളൂ. ജലപീരങ്കി വന്നുകൊണ്ടൊന്നും പേടിക്കാനില്ല സാർ, അതൊന്നും പേടിക്കുന്നവരല്ല സാർ ഞങ്ങള്. പക്ഷേ ഈ വിധത്തിൽ ഒരു കലക്കുവെള്ളം അടിക്കുമ്പോൾ പെൺകുട്ടികൾ ഉൾപ്പെടെ അവിടെ നിന്നവരുടെ ചുരിദാർ ഉൾപ്പെടെ കളർ മാറി അവരുടെ മുഖത്തും വായിലും ഈ വെള്ളമാണ് പോയത് സാർ. വിഷയത്തിൽ ചർച്ച തുടരുമെന്നായപ്പോൾ സ്പീക്കർ ഇടപെട്ടു. ഇവിടെ ഉന്നയിച്ച ഒരു ഗൗരവമായിട്ടുള്ള കാര്യമുണ്ട്, അതിനെക്കുറിച്ചുള്ള ഫർദർ സ്റ്റെപ്പ് എടുക്കും എന്ന് ഹൗസിൽ തന്നെ അഷ്വറൻസ് വന്നിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള റിസൾട്ട് വരട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.